ഹായ് മക്കളെ, ഞാൻ കാവ്യ. ആൻഡ് നമ്മൾ ഇനിയിപ്പോൾ ബാലൻസ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ ആൻഡ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആൻഡ് കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് സബ്ഷെൽസ് എന്താണെന്ന് കണ്ടു, മെയിൻ ഷെൽസ് എന്താണെന്ന് കണ്ടു. ആൻഡ് ഫൈനലി നമ്മൾ ഇലക്ട്രോൺസ് എങ്ങനെയാണ് അതിനകത്ത് ഫില്ല് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ നോക്കി. ഇനി ഈ സെഷനിൽ നമ്മൾ ഓരോ പീരിയോഡിക് ടേബിളിനെ ഓരോ ബ്ലോക്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയും ഈ ഓരോ ബ്ലോക്കിനുമുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ കാര്യങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു സാധനം കണ്ടു നല്ല ഓർമ്മയുണ്ടാവും കെമിസ്ട്രിക്കാർക്ക്. ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ അല്ലേ? അപ്പോൾ പീരിയോഡിക് ടേബിളിനകത്ത് ഞാനിവിടെ മൊത്തം 18 ഗ്രൂപ്പുകളാണ് പീരിയോഡിക് ടേബിൾ തിരിച്ചേക്കുന്നത്. ഈ പറയുന്ന കോളം രീതിയിൽ ഇങ്ങനെ നേരെ പോകുന്നതാണ് ഗ്രൂപ്പുകളും. നമ്മൾ മൊത്തം 7 റോസും ഉണ്ട്. അതായത് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് പോകുന്നതുമാണ്. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് റോസും വരുന്നത്, അപ് ടു ഡൗൺ ആണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ്, ഫോർത്ത്, 6, 7, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. മൊത്തം 18 ഗ്രൂപ്പ്സ് ആണ് ഒരു പീരിയോഡിക് ടേബിളിനകത്തുള്ളത്. ആൻഡ് ഇതിലെ ആദ്യത്തെ ഈ 2 ഗ്രൂപ്പുകളിലെ ഈ 1ഉം 2ഉം ഈ 2 ഗ്രൂപ്പുകളെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് വിളിച്ചത്. എന്താണ് എസ് ബ്ലോക്ക് എന്ന് വിളിച്ചത്? ഇനി ഞാൻ ഈ പറയുന്ന 3rd to 12 ഈ തേർഡ് ഗ്രൂപ്പിൽ നിന്ന് ഈ 12 ഗ്രൂപ്പ് വരെ ഇത്രയും ഗ്രൂപ്പിനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എന്ന് വിളിച്ചത്. ഒരു പീരിയോഡിക് ടേബിളിലെ സ്റ്റാർട്ടിങ് ഫ്രം 3rd ഗ്രൂപ്പ് ടു 12th ഗ്രൂപ്പ്, അതാണ് നമ്മുടെ ഡി ബ്ലോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി 13 18ലേക്ക് വരുന്നത് ഈ 13 to 18 ആണ് നമ്മുടെ പി ബ്ലോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പി ബ്ലോക്ക് എന്ന് പറയുന്നത് 13 to 18 ആണ് പി ബ്ലോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി പി ബ്ലോക്ക് ഗ്രൂപ്പിനകത്ത് ഈ പറയുന്ന 18th ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഞാനിവിടെ അടയാളപ്പെടുത്തി കാണിച്ചു തരാം. ഇവരെ ഒന്ന് നോക്കി വെച്ചോ. പൊതുവെ ഇവർ പറയുന്ന പേരാണ് നോബിൾ ഗ്യാസസ് എന്ന്. ഇവർ ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. അതായത് ഇവരുടെ സബ്ഷെൽ കോൺഫിഗറേഷൻ വരുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അതായത് ഇവരുടെ പി ബ്ലോക്ക് എപ്പോഴും പി സബ്ഷെല് എപ്പോഴും ഇലക്ട്രോൺസും കൊണ്ട് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഒരു സബ്ഷെലിനെ സംബന്ധിച്ചോളം കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് പറഞ്ഞാൽ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള നേച്ചറാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ വരുന്നത് പാർഷ്യലി ഫിൽഡ് ആയിരിക്കണം. സോ ഇവരെ സംബന്ധിച്ചോളം ഇവർ നോബിൾ ഗ്യാസസ് എന്നാ പറയുക. ഇവരങ്ങനെ റിയാക്ഷൻ അധികം കാണിക്കില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെ സബ്ഷെല് ഇലക്ട്രോൺസും കൊണ്ട് ഫിൽഡ് ആണ്. ഒരു എലിമെന്റ് റിയാക്ഷൻ കാണിക്കണമെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് ഇലക്ട്രോൺസ് കുറവായിരിക്കണം, അതായത് അയാളുടെ സബ്ഷെല്ലിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവായിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ സബ്ഷെല്ലിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം ഒരു 1-2 അങ്ങോട്ട് കൊടുക്കാനുണ്ടാവണം, അതായത് കൂടുതലായിരിക്കണം. അപ്പോൾ സ്റ്റെബിലിറ്റി വരുത്താനാണ് മെയിനായിട്ട് റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആകാൻ വേണ്ടിയാണ്. പക്ഷെ ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല, ഇവർ ഓൾറെഡി സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ 18th ഗ്രൂപ്പിനെ നമ്മൾ വിളിച്ച പേരാണ് നോബിൾ ഗ്യാസസ് എന്ന്. നമ്മൾ ഇലക്ട്രോണിക് സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഈ സപ്പോസ് നമുക്ക് 17, 18 വരെയൊക്കെ നമുക്ക് നോർമലായിട്ട് SS, PS അങ്ങനെ പറഞ്ഞ് എഴുതി പോകാം. പക്ഷെ ഇപ്പൊ അറ്റോമിക് നമ്പർ ഇവിടെ നോക്ക് 76 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എഴുതിപ്പോവാൻ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ സപ്പോസ് ഇപ്പൊ നിങ്ങൾക്ക് ഗാലിയത്തിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ ആണ് എഴുതണമെങ്കിൽ ഗാലിയത്തിന്റെ അറ്റോമിക് നമ്പർ വരുന്നത് 31 ആണ്. അപ്പൊ 31 വരെ ഇങ്ങനെ സബ്ഷെൽ കൊണ്ടുപോകുന്നേക്കാളും വളരെ നല്ലതെന്ന് പറയുന്നത് ഗാലിയത്തിന് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് വിച്ച് ഇസ് ആർഗൺ എഴുതുക, ബാക്കിയുള്ള സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതുക. കഴിഞ്ഞ സെഷനിൽ ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞാണ്, ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. അപ്പം ഈ ഒരു 13 to 18 ഗ്രൂപ്പ് എന്ന് പറയുന്നത് പി ബ്ലോക്ക് എലിമെന്റ്സ് ഇൻ പി ബ്ലോക്ക് ആണ്. എന്താണ് 13 to 18 എന്നുള്ളത്? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞു ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ്, അതായത് പി ബ്ലോക്ക് എലിമെന്റ്സിന് 2 ടൈപ്പ് ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് പോസിറ്റീവായിട്ടും കാണിക്കും, നെഗറ്റീവായിട്ടും കാണിക്കും. എന്തുകൊണ്ട്? അതിനകത്ത് മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ മെറ്റൽ സബ്സ്റ്റൻസ് ഉണ്ട്. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റും വളരെ ഡിഫറെൻ്റ് ആണ്. ഓരോ മെറ്റൽസും ചിലത് പോസിറ്റീവ് ആയിരിക്കും, ചിലതാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, അതുപോലെ തന്നെ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഇട്ടിട്ടുണ്ട്, അലൂമിനിയം ഓക്സൈഡ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ സൾഫർ ഡയോക്സൈഡ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ 3 എക്സാമ്പിൾസ് ഞാൻ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഇതിനകത്തുള്ള ഇവരുടെ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ്, ഇതിനകത്ത് ഹൈഡ്രജൻ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ പി ബ്ലോക്ക് എലിമെന്റ്സ് ആണ്. അപ്പോൾ ഇവരുടെ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ്, ഇവരൊരു കോമ്പൗണ്ട് ആയിട്ട് നിൽക്കുമ്പോൾ ഇവർക്ക് വരുന്ന ഇവരുടെ ചാർജ് എന്താണ്, ആ ചാർജിനെയാണ് നമ്മൾ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് എന്ന് വിളിച്ചത്. അപ്പോൾ ഓക്സിഡൈസേഷൻ നമ്പർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് HF നോക്കാം, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഇവിടെ H ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രജനും ഉണ്ട്, ഫ്ലൂറിനും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈഡ്രജന്റെ ഓക്സിഡൈസേഷൻ ചാർജ് എന്ന് പറയുന്നത് +1 ആണ്. അതായത് ഹൈഡ്രജനെ സംബന്ധിച്ചോളം ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് അതിന്റെ +1 ആണ്. ഫ്ലൂറിനെ സംബന്ധിച്ചോളം -1 ആണ്. അങ്ങനെ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒരു ഹൈഡ്രജൻ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജന് +1 ആണ്. അതുപോലെ എത്ര ഫ്ലൂറിൻ ഉണ്ട്? ഒരു ഫ്ലൂറിനുള്ളൂ. ആൻഡ് ഫ്ലൂറിന് -1 ആണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഫ്ലൂറിന് ഈ കേസിൽ വരുമ്പോൾ ഫ്ലൂറിന് നമുക്ക് നെഗറ്റീവ് ചാർജ് ആണ്. അതായത് -1 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ആണ് ഫ്ലൂറിൻ എന്ന് പറയുന്ന പി ബ്ലോക്കിന് കിട്ടിയിട്ടുള്ളത്, എലിമെന്റിന് കിട്ടിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം, Al2O3. ഇവിടെ അലൂമിനിയം ആകട്ടെ, അലൂമിനിയം ഉണ്ട്, അതുപോലെ നമുക്ക് ഓക്സിജൻ ഉണ്ട്. ഇവർ രണ്ടുപേരും പി ബ്ലോക്ക് എലിമെന്റ്സ് ആണ്. എന്താണ്? രണ്ടുപേരും ഇവർ പി ബ്ലോക്ക് എലിമെന്റ്സ് ആണ്, അലൂമിനിയവും അതുപോലെ തന്നെ ഓക്സിജനും. ഓക്സിജൻ എല്ലാവർക്കും അറിയാം ചാർജ് അതിൻ്റെ -2 ആണ്. ഓക്സിജന്റെ ചാർജ് -2 ആണ്. അങ്ങനെ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഒരു ഓക്സിജന് -2. അപ്പോൾ -2 × 3 എന്ന് പറയുമ്പോൾ -6 ആണ് വരേണ്ടത്. എത്രയാണ്? -6 ആണ്. ഓക്സിജൻ ഇവിടെ അതായത് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് O3ക്ക് ഇവിടെ വരുന്നത് -6 ആണ്. അങ്ങനെ ടോട്ടൽ ചാർജ്. ഇനി അലൂമിനിയത്തിന്റെ ചാർജ്, ഒരു അലൂമിനിയത്തിന് +3 ആണ്. കണ്ടോ, ഒരു അലൂമിനിയത്തിന് വരുന്ന +3 ആണ്. അപ്പോൾ ഇവിടെ -6 ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ്, ഇവിടെ 2 അലൂമിനിയം ഉണ്ട്. അപ്പോൾ +3, അതുപോലെ തന്നെ 2 അലൂമിനിയം വരുമ്പോൾ +3 + 3, അതായത് +3 × 3 എന്ന് പറയുന്നത് +6 ആണ്. അങ്ങനെ ഇവിടെ Al2യുടെ ചാർജ് വരുന്നത് +6 ആണ്. ഇവിടെ നോക്കിയടാ, ഞാൻ പറഞ്ഞു അലൂമിനിയവും ഓക്സിജനും ആരാണ്? രണ്ടുപേരും പി ബ്ലോക്ക് എലിമെന്റ് ആണ്. അലൂമിനിയവും ആകട്ടെ ഓക്സിജനും ആകട്ടെ രണ്ടുപേരും പി ബ്ലോക്ക് എലിമെന്റ് ആണ്. പക്ഷെ ഒരാൾക്ക് നെഗറ്റീവ് ചാർജും ഒരാൾക്ക് പോസിറ്റീവ് ചാർജാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. പി ബ്ലോക്ക് എലിമെന്റ്സിന് 2 ടൈപ്പ് ചാർജിൽ അത് എക്സിബിറ്റ് ചെയ്യും. ഒന്ന് പോസിറ്റീവ് ചാർജിലും 2 വരുന്നത് നെഗറ്റീവ് ചാർജിലും. ഇനി അടുത്തതാണ് SO2. SO2യുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓക്സിജന് -2 ചാർജാണ്. അങ്ങനെ 2 ഓക്സിജൻ ഉണ്ട് ഇവിടെ. ആരൊക്കെ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ -2 × 2 ചെയ്യുമ്പോൾ എന്താണ്? -4 ആണ് ഇവിടെ വരുന്നത്. അതേസമയം നമ്മുടെ സൾഫറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സൾഫർ, അതായത് ഒരു സൾഫറേ ഉള്ളൂ, ആൻഡ് ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ അപ്പോൾ സൾഫറിന്റെ ചാർജ് എത്രയായിരിക്കും? +4 ആണ്. ഈ സൾഫറും ഈ പറയുന്ന പി ബ്ലോക്ക് എലിമെന്റ് ആണ്. ആൻഡ് സൾഫറിന് ഇവിടെ വന്ന ചാർജ് പോസിറ്റീവ് ആണ്, +4 ആണ്. അപ്പോൾ അത് പോസിറ്റീവ് ചാർജിലാണ് എക്സിബിറ്റ് ആയത്. അപ്പോൾ ഇതോടുകൂടി ഈ എക്സാമ്പിൾസിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായല്ലോ. പി ബ്ലോക്ക് എലിമെന്റ്സിന് അതിൻ്റെ ഓരോ കോമ്പൗണ്ടിൽ അത് കയറുന്ന അനുസരിച്ച് 2 ടൈപ്പ്, 2 പോസിറ്റീവ് ചാർജും ഉണ്ട് അതിനകത്തുള്ള എലിമെന്റ്സിന്, അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജും ഉണ്ട്. അതായത് ഈ അലൂമിനിയം എന്ന് പറയുന്ന ഒരു മെറ്റലാണ് അല്ലേ? ഓക്സിജൻ, കാർബൺ എന്നൊക്കെ പറയുന്ന നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചാർജുകൾക്കും മെറ്റൽസ് കോമൺലി പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി പി ബ്ലോക്ക് എലിമെന്റ്സിന് 2 ടൈപ്പ് ചാർജ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എന്ന് പറയുന്നത്. ആൻഡ് തൊട്ട് മുമ്പ് ഞാൻ എസ് ബ്ലോക്കും പറഞ്ഞു. ഈ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന എലിമെന്റ്സ് 1, 2 ഗ്രൂപ്പാണ്. അതുപോലെ പി ബ്ലോക്ക് എന്ന് പറയുന്നത് ഫ്രം 13 to 18 ആണ്. ഇവ രണ്ടുപേരെയും, അതായത് എസ് ബ്ലോക്കും അതുപോലെ തന്നെ പി ബ്ലോക്കും, ഈ 2 ബ്ലോക്കിലെയും ഈ ഉള്ള ഗ്രൂപ്പ്സിനെ ഞാൻ വിളിച്ച പേരാണ് മെയിൻ ഗ്രൂപ്പ്സ് എന്ന്. പി ബ്ലോക്കും അതുപോലെ തന്നെ എസ് ബ്ലോക്കിലെയും എലിമെന്റ്സ്, പി ബ്ലോക്ക് ഗ്രൂപ്പും അതുപോലെ തന്നെ എസ് ബ്ലോക്ക് ഗ്രൂപ്പും കൂടെ കമ്പൈൻ ചെയ്ത് ഞാൻ വിളിച്ചതാണ് മെയിൻ ഗ്രൂപ്പ് എലിമെന്റ്സ് എന്ന്. ഓക്കെ, അത് ചിലപ്പോൾ 1 വേർഡ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മെയിൻ ഗ്രൂപ്പ് എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആവണ്ട. അത് എസ് ബ്ലോക്ക് പ്ലസ് പി ബ്ലോക്ക് ഇവരെ രണ്ടുപേരെയും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ ഒരുമിച്ച് വിളിച്ച പേര്, ഓമന പേരാണ് മെയിൻ ഗ്രൂപ്പ് എലിമെന്റ്സ് എന്ന്. ഇത്രയൊക്കെ അല്ലേ? ഇനി നമുക്ക് ഒരാളിവിടെ മാറിയിട്ടുണ്ട്, ഡി ബ്ലോക്ക്.
ഡി ബ്ലോക്ക് എലിമെന്റ്സിലേക്ക് പോകാം. ഡി ബ്ലോക്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു പീരിയോഡിക് ടേബിളിലെ ഫ്രം ഗ്രൂപ്പ് 3 ടു ഗ്രൂപ്പ് 12, ഗ്രൂപ്പ് 3യിൽ നിന്നും 12ലേക്കുള്ള അത്രയും പേരെയാണ് നമ്മൾ പി ബ്ലോക്ക് എലിമെന്റ്സിന് കിട്ടിയത്. അതായത് ഞാൻ ഈ വരച്ചേക്കുന്ന ബോക്സ് കണ്ടോടാ, ഇതാണ് നമ്മുടെ യെല്ലോ കളർ, ഈ ബോക്സ് ആണ് നമ്മുടെ ഇത്രയും ഗ്രൂപ്പ്സ് ആണ് ഡി ബ്ലോക്ക് എലിമെന്റ്സ്. ഇത്രയും പേരെയാണ് ഡി ബ്ലോക്ക് എലിമെന്റ്സിന് വിളിച്ചത്. അതിനൊരു കാര്യം കൂടി ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഡി ബ്ലോക്ക് എലിമെന്റ്സ് കോമൺലി എല്ലാവരും തന്നെ മെറ്റൽസ് ആണ്. എല്ലാവരും മെറ്റൽസ് ആണ്. ഡി ബ്ലോക്ക് എലിമെന്റ്സ് എല്ലാവരും മെറ്റൽസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന് ഡി ബ്ലോക്ക് എലിമെന്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ കോൺഫിഗറേഷൻ ഞാനിപ്പോൾ എഴുതുവാണ് എന്നിരിക്കട്ടെ. അതിലെ ഇലക്ട്രോൺസ് ഇവർക്ക് ഞാൻ പറഞ്ഞു നമ്മൾ ഔട്ടർമോസ്റ്റ് ഷെല്ല് കൺസിഡർ ചെയ്തപ്പോൾ, അതായത് ഗ്രൂപ്പ് നമ്മൾ ഏത് ഗ്രൂപ്പിലാണ്, ഗ്രൂപ്പ് നമ്പർ ഏതാണെന്ന് സബ് ഷെൽ കോൺഫിഗറേഷൻ വെച്ച് കൺസിഡർ ചെയ്തപ്പോൾ ഡി ബ്ലോക്കിന്റെ കേസിൽ നമ്മൾ എസിന്റെ സബ് ഷെല്ലും കൺസിഡർ ചെയ്തു, ഔട്ടർമോസ്റ്റ് എസ് സബ് ഷെല്ലും കൺസിഡർ ചെയ്തു, അതിന്റെ തൊട്ടടുത്തിരുന്ന ഡി ബ്ലോക്ക് സബ് ഷെല്ലും കൺസിഡർ ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എപ്പോഴും സാധാരണ ഇലക്ട്രോൺസ് ബീങ് gradually filled up in the D subshell of penultimate shell. ഈ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിന് തൊട്ട് മുമ്പ് കിടക്കുന്ന ഷെൽ ഏതോ അതിനെയാണ് പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഫില്ലാകുന്നത് എപ്പോഴും നമ്മുടെ ഡി സബ് ഷെല്ല് മാത്രം. ഡി ബ്ലോക്ക് എലിമെന്റ്സിൽ എപ്പോഴും നമ്മൾ പറയും ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ല് ഏതാണോ അതാണ് നമ്മുടെ ബ്ലോക്കിൽ, ആ ഔട്ടർമോസ്റ്റ് സബ് ഷെൽ ഏതോ അതായിരിക്കും അതിൻ്റെ ബ്ലോക്ക് എന്ന്. പക്ഷെ ഡി ബ്ലോക്ക് എലിമെന്റ്സിന് കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഔട്ടർമോസ്റ്റ് ഷെല്ലിനേക്കാളും കുറച്ച് എനർജി കൂടുതലായിട്ട് ഒരു ഷെല്ലും സബ് ഷെല്ലും കൂടെ കാണും. അപ്പോൾ ഡി ബ്ലോക്ക് സെല്ല് എപ്പോഴും നമ്മുടെ പെനൾട്ടിമേറ്റ് ഷെല്ലായിരിക്കും. ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്നത് എപ്പോഴും ഔട്ടർമോസ്റ്റ് ഷെല്ലും അതുപോലെ തന്നെ പെനൾട്ടിമേറ്റ് ഷെല്ലിലും കൂടെ അത് ഗ്രാജുവലായിട്ട് ഫില്ലായിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡി ബ്ലോക്കിന് 2 ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് വരും. അത് നമ്മൾ കുറച്ച് മുമ്പ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കേസ് നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. അതായത് നമ്മൾ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് ഞാൻ 2 എണ്ണം വന്നു. ആദ്യം ക്രോമിയവും അതുപോലെ തന്നെ കോപ്പറും നമ്മൾ പരിചയപ്പെട്ടു. കോപ്പർ 29, ക്രോമിയം 24 അല്ലേ. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ ഞാൻ എഴുതിയ സമയത്ത് ഞാൻ പറഞ്ഞു ആദ്യം ഇത് ക്രോമിയത്തിൻ്റെ എഴുതുന്ന എൻറ്റയർ എഴുതുന്നില്ല, ജസ്റ്റ് അത് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ലാസ്റ്റ് വന്ന് 4s1 4s3d എന്നാണ് ഔട്ടർമോസ്റ്റ് സബ് ഷെല്ല് വന്നത്. കോപ്പറിൻ്റെ ആയാലും ക്രോമിയത്തിൻ്റെ കേസ് ആയാലും 4s3d എന്നാണ് വന്നത്. അപ്പം നമ്മൾ സാധാരണ എഴുതുന്ന വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4sന് 2ഉം അതുപോലെ തന്നെ 3dക്ക് 4ഉം ആണ് ഇവിടെ വരേണ്ടത് യൂഷ്വൽ കോൺഫിഗറേഷൻ പ്രകാരം. കോപ്പറിൻ്റെ കേസിലാണെങ്കിൽ 4s2 അതുപോലെ തന്നെ 3d 9 ആണ് വരേണ്ടത്. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു, ഇങ്ങനെ എഴുതുന്നത് തെറ്റാന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും എഴുതാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. പകരം കറക്റ്റായിട്ടുള്ളത് ഞാൻ ഗ്രീനിൽ കറക്റ്റായിട്ടുള്ളത് ഞാൻ ഇവിടെ ഗ്രീൻ കളറിൽ എഴുതാം. കറക്റ്റായിട്ട് ഇപ്പോൾ ക്രോമിയത്തിൻ്റെ വന്നു കഴിഞ്ഞാൽ 4s1ഉം 3d 5 ആയിരിക്കും. എന്തുകൊണ്ടാ? ഒരു സബ് ഷെല്ലിനെ സംബന്ധിച്ചോളം ഒന്നെങ്കിൽ അത് എൻറ്റയർലി ഫിൽഡ് ആകണം, അല്ലെങ്കിൽ അത് പാർഷ്യലി പകുതിയായിട്ട് ഫില്ലായിരിക്കണം, മാക്സിമം സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുന്ന ഡി സബ് ഷെല്ലിന്, ഡി എന്ന് പറയുന്ന ഈ സബ് ഷെൽസിന്, ഡി ബ്ലോക്ക് എലിമെന്റ്സിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ 4sഉം അതുപോലെ തന്നെ 3d, ഇവിടെ ഈ 3dനെയാണ് നമ്മൾ പെനൾട്ടിമേറ്റ് ഷെല്ല് എന്ന് വിളിച്ചത്. അതിവിടെ 4s ആണ് ശരിക്കും വരുന്ന ഔട്ടർമോസ്റ്റ് ഷെല്ല്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ എന്താ പറയുക, മൈന്യൂട്ട് ഡിഫറൻസ് ഉള്ളൂ, മൈന്യൂട്ട് എനർജി ഡിഫറൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡിക്ക് ഒരു ഇലക്ട്രോൺ എസിന് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ഈ പറയുന്ന ഡി എന്ന് പറയുന്നത് കോപ്പറിൻ്റെ കേസിലാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും, ക്രോമിയത്തിൻ്റെ കേസിലാണെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആവും. അതായത് അതിന് മാക്സിമം സ്റ്റെബിലിറ്റി കിട്ടുവാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മളുടെ 4s1 3d 5. ഇങ്ങനെയാണ് ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ. അതുപോലെ തന്നെ കോപ്പറിൻ്റെ കോൺഫിഗറേഷൻ 4s1 3d 10 എന്നായിരിക്കും. അതായത് ഡി കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അപ്പോൾ
ഇങ്ങനെയാണ് ഇതുപോലെ ഇത് നടക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള മൈന്യൂട്ട് എനർജി ഡിഫറൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഡി ബ്ലോക്ക് എലിമെന്റ്സിനെ സംബന്ധിച്ചോളം ഡിഫറെൻറ്റ് ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് ആയിരിക്കും അതിനുണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വേരിയേഷൻസ്, ഈ സബ്ഷെല്ല് തമ്മിലുള്ള ഈ മൈന്യൂട്ട് എനർജി ഡിഫറൻസ് കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കും ഓരോ കോമ്പൗണ്ട് അനുസരിച്ച്. അപ്പോൾ അതിൻ്റെ സബ്ഷെല്ലിൻ്റെ അവളുടെ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റും ഇതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കും. അതായത് ഏതാണോ കോമ്പൗണ്ട് അതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. പി ബ്ലോക്കിൻ്റെ കേസ് ആണെങ്കിൽ ഒരെണ്ണത്തിന് ഒരു എലിമെൻറ്റിന് ചിലപ്പോൾ നമ്മൾ ഒരു എലിമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ പി ബ്ലോക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ്. ഇപ്പോൾ എസ് ബ്ലോക്കിൻ്റെ കേസിൽ രണ്ടും ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിലും സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിലും ഒരാൾ കംപ്ലീറ്റ്ലി ഫസ്റ്റ് ഗ്രൂപ്പ് എലിമെൻറ്റ് ഫുൾ +1 ആയിരിക്കും, സെക്കൻഡ് ഗ്രൂപ്പ് കംപ്ലീറ്റ്ലി +2 ആണ്. ഓക്സിഡൈസേഷൻ ചെയ്യും, രണ്ടുപേരും പോസിറ്റീവ് ആണ്. പക്ഷെ പി ബ്ലോക്കിനെ സംബന്ധിച്ചോളം വരുമ്പോൾ ഒരു എലിമെൻറ്റിന് എൻറ്റയർലി പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. അതിനകത്തുള്ള ഓരോ എലിമെൻറ്റ്സിനും ചിലപ്പോൾ ചിലത് പോസിറ്റീവ് ചാർജ് ഉള്ളതുണ്ടാവും, ചിലത് നെഗറ്റീവ് ചാർജ് ഉള്ളതുണ്ടാവും. പക്ഷേ ഡി ബ്ലോക്കിന് അങ്ങനെയല്ല. ഒരു എലിമെൻറ്റിന് തന്നെ വ്യത്യസ്തമായ മൾട്ടിപ്പിൾ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റുകൾ കാണും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫെറസ് ക്ലോറൈഡ്, ഫെറിക് ക്ലോറൈഡ്, ഇങ്ങനെ രണ്ടെണ്ണത്തെ ഞാൻ എടുക്കുകയാണ്. ഇതിനകത്തെ രണ്ടും അയേണിൻ്റെ ആൾക്കാരാണ്, രണ്ടും അയേണിൻ്റെ ക്ലോറൈഡ്സുകളാണ്. അയേൺ ആരാടാ? അയേൺ നമ്മുടെ ഡി ബ്ലോക്ക് എലിമെൻ്റ് ആണ് ഈ പറയുന്ന അയേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഞാൻ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെയാണെങ്കിൽ എൻ്റെ അയേൺ +2 ഓക്സിഡൈസേഷൻ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അത്രയാണ് +2 ഓക്സിഡൈസ്. കാരണം ക്ലോറിന് -1 ആണ്, അതുപോലെ തന്നെ 2 ക്ലോറിൻ ഉണ്ട്. സോ 2 ക്ലോറിനും കൂടെ കൂടിയിട്ട് -1 × 2 ചെയ്യുമ്പോൾ -2. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അയേണിന് +2 ആണ് ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ്. അത് ബാലൻസ് ചെയ്ത് നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഫെറിക് ക്ലോറൈഡ് കാണാം. ഫെറിക് ക്ലോറൈഡിനാണെങ്കിൽ എഗെയിൻ നമ്മുടെ ക്ലോറിന് ശരിക്കും -1 ചാർജ് ആണ്. അങ്ങനെ ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്? 3 ക്ലോറിൻ ഉണ്ട്. അപ്പം -1 × 3 എന്ന് പറയുമ്പോൾ -3 ആണ്. അപ്പം -3 ആണ് ക്ലോറിൻ്റെ ചാർജ് ഇവിടെ വരണമെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ എന്തായിരിക്കും എത്ര പോസിറ്റീവ് ചാർജ് ഇപ്പുറത്തെ അയോണിന് കിട്ടണം? 3 തന്നെ. അതായത് ഇവിടെ -3 ആയതുകൊണ്ട് ഇവിടെ അയോണിന് +3 ആയിരിക്കും അതിൻ്റെ ചാർജ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അയേണിന് 2 ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് ആണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എത്രയാണ്? 2 അതായത് ഇവിടെ അയേണിന് +2 ഓക്സിഡൈസേഷൻ സ്റ്റേറ്റും ഫെറിക് ക്ലോറൈഡിൽ വന്നപ്പോൾ +3 ഓക്സിഡൈസേഷൻ സ്റ്റേറ്റും. പേരിൽ തന്നെ ഉണ്ട്. ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 വരുന്ന ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് വരുന്നത്, ഫെറിക് എന്ന് പറഞ്ഞപ്പോൾ +3 ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് വരുന്നത്. അങ്ങനെ 2 ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് ഈ പറയുന്ന ഡി ബ്ലോക്ക് എലിമെന്റ്സുകൾ കാണിക്കും. ഈ ഒരു ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് ഇങ്ങനെ കൂടുതൽ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവരെ ട്രാൻസിഷൻ എലിമെന്റ്സ് എന്നും കൂടെ വിളിക്കാൻ ഇടയായത്. എന്താണ്? ട്രാൻസിഷൻ എലിമെന്റ്സ് എന്നും കൂടെ ഇവരെ വിളിക്കാൻ ഇടയായത്. ഇപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കാര്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് എന്താണ് ഈ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. 2 എനർജികൾ തമ്മിൽ സബ്ഷെല്ലും അതുപോലെ തന്നെ എൻ്റെ പെനൾട്ടിമേറ്റ് ഷെല്ലും ഔട്ടർമോസ്റ്റ് ഷെല്ലും പെനാൾട്ടിമേറ്റ് ഡി ഷെല്ലും തമ്മിൽ ചെറിയ മൈന്യൂട്ട് എനർജി ഡിഫറൻസ് ഉള്ളൂ. സോ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കും. ഇതാണ് ഇവരുടെ കാരണം. ഇതുകൊണ്ട് തന്നെ ഇവർ മൾട്ടിപ്പിൾ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ്സ് കാണിക്കും. അതാണ് ഇതിനൊരു എക്സാമ്പിളാണ് ഈ ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു. ഈ ഡി ബ്ലോക്ക് എലിമെന്റ്സ് ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കോപ്പർ സൾഫേറ്റ്, അതായത് CuSO4 ഇതാണ് കോപ്പർ സൾഫേറ്റിൻ്റെ ഫോർമുല. അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, അതായത് K2Cr2O7 ആണോ 6 O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അല്ലെങ്കിൽ നമ്മളുടെ KMnO4 പൊട്ടാസ്യം മാഗ്നീസ് ഡയോക്സൈഡ് KMnO4 ഇങ്ങനത്തെ സാധനം. KMnO4 ഒക്കെ നല്ല വയലറ്റ് കളറിലാണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒരു ഓറഞ്ച് കളറിലാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള സൊല്യൂഷനാണ്.
അതുപോലെ തന്നെ ഈ പറയുന്ന കോപ്പർ സൾഫേറ്റ് വരുന്നത് ഒരുതരം ബ്ലൂ കളറിലായിരിക്കും ഇരിക്കുക. അതായത് മിസ്സിട്ടേക്കുന്ന ഈ കോട്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ കളറിലാണ് കോപ്പർ സൾഫേറ്റ് ഇരിക്കുക. നമ്മൾ തൊട്ട് മുമ്പത്തെ ഇലക്ട്രോ കെമിസ്ട്രീനകത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഞാൻ എന്താ പറയുക ഇലക്ട്രോലൈറ്റ് ആയിട്ട് സെല്ല് ഡിസൈൻ ചെയ്തപ്പോൾ കോപ്പർ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്താണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒരു ബ്ലൂ കളറിലാണ് ഇരിക്കുക. അപ്പം ഞാൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിച്ചപ്പോഴും നമ്മളിത് കണ്ടു. അതായത് കുറച്ച് ഈ നമ്മുടെ കോപ്പർ സൾഫേറ്റിന്റെ കളർ മങ്ങുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റിന് നിറം ബ്ലൂ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ കളർ വരുന്നത് ഒരുതരം ഓറഞ്ച് ആണ്. ഇത് ബ്ലൂ ആണ്, ഇത് വരുന്നത് ഓറഞ്ച് ആണ്. ആൻഡ് KMnO4 ഇത് വരുന്നത് ഒരുതരം വയലറ്റ് കളറാണ്. അതായത് ഒരുതരം ഒരു ഉജാലയുടെ ഒക്കെ നിറവില്ലേ അതുപോലെ ഇരിക്കും. ശരിക്കും വയലറ്റ്, ഒരുതരം ഡാർക്ക് വയലറ്റ് കളറിലെയാണ്. നമ്മുടെ പണ്ട് നീലമുക്ക എന്ന് പറയും. ഇപ്പം ഞാൻ കാണുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. തുണികളൊക്കെ നല്ല വെള്ള തുണികളൊക്കെ ഒരു വെണ്മ അതിൻ്റെ നിലനിർത്താൻ വേണ്ടി ഒരു ബ്ലൂയിഷ് ടിൻ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉജാലയിൽ മുക്കും. അപ്പം നല്ല വൈറ്റ് ആയിട്ടിരിക്കും അത്. അല്ലെങ്കിൽ ഇങ്ങനെ മുഷിന് ഒരു ക്രീം, ഈ വൈറ്റ് ക്ലോത്തൊക്കെ കുറച്ച് കഴിയുമ്പോൾ, കുറേ കാലം കഴിയുമ്പോൾ ഒരു ക്രീം കളറിലേക്കൊക്കെ മാറും. സോ അതിൻ്റെ ആ വൈറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടി ആ ബ്ലൂ ടിൻറ്റ് കൊടുക്കും നമ്മൾ. അത് യൂസ് ചെയ്യുന്ന ഉജാലയിൽ മുക്കുക. പണ്ടാണെങ്കിൽ ഉജാല, അതായത് നീലത്തിൽ മുക്കുക എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു കളറാണ് ഈ പറയുന്ന KMnO4-നുള്ളത്. ഒരു വയലറ്റ് എന്ന് പറയും. അപ്പം ഞാൻ എന്താ ഈ വന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന ഇവിടെയാണെങ്കിൽ ഈ പറയുന്ന കോപ്പർ ഉണ്ട്, ഇവിടെയാണെങ്കിൽ ഇതുപോലെ തന്നെ ക്രോമിയം ഉണ്ട്. പൊട്ടാസ്യം അല്ല, ക്രോമിയം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ നമ്മളുടെ മാഗ്നീസ് ഉണ്ട്. ഇവരെല്ലാവരും തന്നെ ഇവിടെ Cu2+ ആണ്. ഇതെല്ലാം തന്നെ സൊല്യൂഷൻ ആക്കുമ്പോൾ പ്ലസ് അയോൺസിലേക്ക് മാറും, അതായത് പോസിറ്റീവ് അയോൺസിലേക്ക് മാറും. അപ്പം ഇവരെല്ലാവരും തന്നെ ഈ അയോൺസിൻ്റെ ഇവരെല്ലാവരും തന്നെ ഡി ബ്ലോക്ക് എലിമെൻസാണ്. ഈ അയോൺസിൻ്റെ പ്രത്യേകത കാരണം, അവർ തമ്മിലുള്ള ആ ട്രാൻസിഷൻ കാരണം ഇവർക്ക് എന്തുണ്ടാവും, കളേർഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും. അതായത് ഓൾമോസ്റ്റ് ഡി ബ്ലോക്കിലെ എലിമെൻറ്റ്സ് എല്ലാം കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നേരിട്ട് കാണാൻ. അവരെല്ലാം പല പല കളേഴ്സിലായിരിക്കും ഇരിക്കുന്നത്. ഈ കളേഴ്സിന് കാരണമല്ല, ഇവർ തമ്മിലുള്ള ഈ ഇലക്ട്രോൺസിൻ്റെ ആ DD ട്രാൻസിഷൻ എന്നൊക്കെ പറയും. കുറച്ച് വലിയ ക്ലാസ്, അപ്പർ സിലബസാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ അവിടെ നിന്ന്, അതായത് ഡി എലിമെൻസിൽ നിന്ന് ഇലക്ട്രോൺസ്, ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇലക്ട്രോൺസ് ട്രാൻസിഷൻ കാരണമെന്നാണ് പറയുന്നത്. എനിവേ, നിങ്ങളുടെ സിലബസ് അല്ല, നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞാൽ മതി. കളേർഡ് കോമ്പൗണ്ട്സ് ആണ് ഏറ്റവും കൂടുതലുള്ള ഡി ബ്ലോക്ക് എലിമെൻറ്റ്സിൽ കാണുന്നത്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല ആ സെഷനിലേക്കൊന്നും. ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വെക്കുക. അതായത് കൂടുതലുള്ള ഈ പറയുന്ന ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ് എല്ലാം കളേർഡ് കോമ്പൗണ്ട്സ് ആണ്. ആൻഡ് ഇവിടെയാണെങ്കിൽ ഈ ഞങ്ങൾ തൊട്ട് മുമ്പ് പറഞ്ഞതിൽ ഒരു ഇക്വേഷൻ, ഒരു ചെറിയ തെറ്റുണ്ട്. അതായത് 2H2 അല്ല 5H2 ആട്ടോ. അത് നമ്മളുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് ഈ പറയുന്ന ബ്ലൂ കളറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, നമ്മുടെ ഈ ബ്ലൂ കളറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് കോപ്പർ അയോൺസ് ആണ്. അതായത് Cu2+ അയോൺസ് ആണ് ഈ പറയുന്ന ബ്ലൂ കളറിന് റെസ്പോൺസിബിൾ. അതുപോലെ തന്നെ നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അത് ഓറഞ്ച് കളറിലാണ് കാണപ്പെടുന്നത്. നല്ല രസമാണ്, ലാബിലൊക്കെ കാണപ്പെടും, നല്ല ഭംഗിയിലായിരിക്കും. ആൻഡ് അതിന് കാരണം എന്ന് പറയുന്നത് Cr2O7- അയോൺസ് ആണ്, അതായത് വിച്ച് ഈസ് ഡി ബ്ലോക്ക് എലിമെന്റ്. അതാണ് അതിന് കാരണം. ആൻഡ് ഫൈനലി നമ്മളുടെ KMnO4-ന് കളറിന് കാരണമുള്ളത് അയോൺസ്, ഒരു വയലറ്റ് കളറിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അതിന് കാരണപ്പെടുന്നത് MnO4- അയോൺസ് ആയിരിക്കും ഇതിന് കാണപ്പെടുന്നത്. സോ ഇതെല്ലാം തന്നെ ഡി ബ്ലോക്ക് എലിമെന്റ്സിലെ അയോൺസ് ആണ്. ഇവരാണ് കളേർഡ് കോമ്പൗണ്ട്സ് ആയിട്ട് കാണപ്പെടുന്നത്. ഇതിനൊരു എക്സെപ്ഷൻ കേസ് എന്ന് പറയുന്നത് സിങ്ക് ആണ്. സിങ്ക് കളർലെസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സിങ്ങിന് ബാക്കി എല്ലാവരും കളറിൽ കാണപ്പെടുമ്പോൾ ഒരാൾ മാറി നിന്ന് കഴിഞ്ഞാൽ പുള്ളി കുറച്ച് സ്പെഷ്യൽ ആണല്ലേ. അതുകൊണ്ട് തന്നെ പുള്ളീനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓമനപ്പേരിലാണ് വിളിക്കുന്നത്, സ്യൂഡോസ് ട്രാൻസിഷൻ എലിമെന്റ്സ് എന്ന്. നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയില്ല, പക്ഷെ ഒരു എക്സെപ്ഷൻ നിങ്ങളോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഒരു 1 വേർഡ് ആയിട്ടോ 2 മാർക്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് ആണ് അതെന്ന് പറയാം. സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. നമ്മൾ കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കുക, സബ്ഷെൽ കോൺഫിഗറേഷൻ, അതുപോലെ തന്നെ
നമ്മൾക്കൊരു സബ്ഷെൽ കോൺഫിഗറേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ എഴുതാൻ പഠിക്കണം, അതിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ പഠിക്കണം. അത് കഴിഞ്ഞ് ആ ഇലക്ട്രോൺസ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഏതാണ് അതിൻ്റെ ഗ്രൂപ്പ്, അതിൻ്റെ ബ്ലോക്ക് ഏതാണ്, അതിൻ്റെ പീരീഡ് ഏതാണ്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഫൈനലി നമ്മളുടെ ഡി ബ്ലോക്കിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം അതിൻ്റെ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റും അതുപോലെ തന്നെ ഈ കളേർഡ് കോമ്പൗണ്ട്സും ആണ് അതിൻ്റെ ഒരു വലിയൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഇനി നമ്മൾ കൂട്ടത്തിൽ കുറച്ച് മാറി നിന്ന് അത്ര പീരിയോഡിക് ടേബിളിലാണെങ്കിലും കുറച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. അയാൾ ഒറ്റപ്പെട്ട് നിന്നാലും നമുക്ക് അയാളെ ഒറ്റപ്പെടുത്തി കളയാൻ പറ്റില്ല. അയാളാണ് നമ്മുടെ എഫ് ബ്ലോക്ക് എലിമെന്റ്സ്. അതായത് നമ്മളൊരു പീരിയോഡിക് ബ്ലോക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന അവസാനം വരുന്ന ഇത് 6th പീരീഡ്, അതുപോലെ തന്നെ ഇത് 7th പീരീഡ്. ഇതിനകത്ത് ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ സ്ക്വയർ ഇട്ടേക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ 6th പീരീഡ്, ഇത്രയും ഭാഗം ഇവിടെ മിസ്സിംഗ് ആണ്. അതായത് നമ്മളുടെ 3rd ഗ്രൂപ്പിന്റെ താഴത്തേക്ക് നോക്കുക, 3rd ഗ്രൂപ്പും 6th പീരീഡും എടുത്തു നോക്കുക, ഇവിടെ ഒരു ഗ്യാപ്പ് കാണാം അല്ലേ. അതുപോലെ തന്നെ നമുക്ക് 3rd ഗ്രൂപ്പും അതുപോലെ 7th പീരീഡും കൺസിഡർ ചെയ്താൽ ഇവിടെയും ഒരു ഗ്യാപ്പ് കാണാം. ആ ഗ്യാപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ വരേണ്ട ഫില്ലാവേണ്ട ആൾക്കാരാണ് ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. അതായത് ഇതാണ് ശരിക്കും പറഞ്ഞോളാം 6th 7th ആ ഫില്ലായേക്കുന്ന ഗ്യാപ്പാണ് ഈ രണ്ട് റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവരെ എന്തുകൊണ്ടാണ് താഴ്ത്തെത്തിയെന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഇങ്ങനെ കാണാൻ പീരിയോഡിക് ടേബിളിന് ഒരു ഭംഗിയുണ്ട്. ശരിക്കും ഇവരെ ഇങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലാന്തനം തൊട്ട് ഇങ്ങോട്ട് കൊടുത്താൽ ഇതിങ്ങനെ നേരെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു അഭംഗി കാണും. അപ്പോൾ ആ ഭംഗിക്കുറവ് മാറ്റാനാണ് ഇവരെ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഈ 6th പീരീഡിൽ ഇങ്ങനെ മാറിപ്പോയ ഈ 2 റോസിനെയും നമ്മൾ പറഞ്ഞാണ് ഇവരെ രണ്ടുപേരെയും കൺസിഡർ ചെയ്ത് വിളിച്ചാണ് എഫ് ബ്ലോക്ക് എന്ന്. എന്താണ് എഫ് ബ്ലോക്ക് എന്ന് നമ്മൾ കൺസിഡർ ചെയ്ത് വിളിച്ചത് ഈ 2 റോസിനെയും വെച്ചിട്ടാണ്. ഇതിനകത്ത് 6th പീരീഡ് സ്റ്റാർട്ടിങ് ഫ്രം ലാന്തനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 6th പീരീഡിലുള്ള എലിമെന്റ്സിനെയാണ് നമ്മൾ ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ 7th പീരീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എലിമെന്റ്സ് ആക്ടീനിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ടീനിയത്തിൽ ആയതുകൊണ്ട് തന്നെ 7th പീരീഡിൽ വരുന്ന ഇവരെയാണ് നമ്മൾ ആക്ടിനോയിഡ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ എഫ് ബ്ലോക്കിന്റെ ഫസ്റ്റ് റോ ആരായിരിക്കും? ലാന്തനോയിഡ്സ് ആണ്. അതായത് 57 to 71 കാണാവോ? 57 to ഇതിന്റെ അറ്റോമിക് ലാന്തനത്തിന്റെ അറ്റോമിക് നമ്പർ 57 ആണ്. 57 to 71 ലുട്ടീരിയം വരെ വരുന്ന ആൾക്കാർ, ഇത്രയും പേരെ ഞാൻ വിളിച്ച പേരാണ് ലാന്തനോയിഡ്സ്. ലാന്തനീയത്തിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എഫ് ബ്ലോക്കിലെ സെക്കൻഡ് റോ ആക്ടിനിയം തൊട്ട് 103 ലിറ്റീരിയം വരെ വരുന്ന ആൾക്കാരെ, അതായത് ആക്ടീനിയം തൊട്ട് ഈ താഴ്ത്ത് കിടക്കുന്ന ഈ റോയിനെ വിളിച്ച് ആക്ടീനിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അവരെ വിളിച്ച പേരാണ് ആക്ടിനോയിഡ്സ് എന്ന്. ഓക്കെ, ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ എഫ് ബ്ലോക്കിൽ വരുന്നത്. അത് മാത്രമല്ല ഇവരുടെ ഇതിലെ ഏത് എലിമെന്റും എഫ് ബ്ലോക്കിനകത്ത് ഏത് എലിമെന്റ് ഞാൻ എടുത്ത് അതിൻ്റെ സബ് കോൺഫിഗറേഷൻ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ ലാസ്റ്റത്തെ ഇലക്ട്രോൺ കയറുന്നത് എപ്പോഴും എഫ് സബ്ഷെല്ലായിരിക്കും. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ, ഞാൻ സബ്ഷെൽ എന്ന് എടുത്ത് പറയുന്നില്ല, ഞാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ നിങ്ങളൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ അതിലെ അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലാണോ കയറുന്നത് അവനായിരിക്കും നമ്മുടെ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ. ആ സബ്ഷെൽ ഏതാണോ അതാണ് നിങ്ങളുടെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ ഇവരുടെ കാര്യത്തിൽ ലാന്തനീയത്തിൻ്റെ ഞാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അവൻ്റെ അവസാനത്തെ ഇലക്ട്രോൺ കയറുന്നത് എപ്പോഴും എഫ് സബ്ഷെല്ലാണ്. അതുപോലെ തന്നെ ആക്ടീനിയം റോയിലുള്ള ആക്ടിനോയിഡ്സിൻ്റെ ആരെടുത്താലും അവൻ്റെ അവസാനത്തെ ഇലക്ട്രോൺ കയറുന്നത് ആക്ടിനോയിഡ്സ് എഫ് സബ്ഷെല്ലായിരിക്കും. സോ ഇവരിൽ ആരെല്ലാവരുടെ ഇതായതുകൊണ്ട് തന്നെ ഇവർ വരുന്നത് എഫ് സബ്ഷെല്ലാണ്. അപ്പോൾ ഈ 2 റോസിനെയാണ് ആക്ടിനോയിഡ്സ് ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ആൻഡ് ഇവരെയാണ് നമ്മൾ എഫ് ബ്ലോക്സ് ആയിട്ട് കൺസിഡർ ചെയ്തത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഇതിനകത്ത് ഇവരെ കണ്ടോ, സ്കാൻഡിയം, അതായത് ഈ പറയുന്ന ആക്ടിനോയിഡ്സും അതുപോലെ തന്നെ ലാന്തനോയിഡ്സും, എഫ് ബ്ലോക്കിലെ ആക്ടിനോയിഡ്സും ലാന്തനോയിഡ്സും തൊട്ട് തുടങ്ങിയിട്ട് ഈ പറയുന്ന സ്കാൻഡിയവും മ്യൂട്ടീരിയവും തുടങ്ങിയ 15 ആൾക്കാരും കൂടി വരുന്നവരെ നമ്മൾ റെയർ എർത്ത് മെറ്റൽസ് എന്ന് പറഞ്ഞു.
ആക്ച്വലി ഇവരെ റെയർ എർത്ത് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ റെയർ ഒന്നും അല്ല. ഇവരെ എർത്ത് ക്രസ്റ്റിൽ പക്ഷെ കാണാൻ പറ്റും. പക്ഷെ ഇവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. അതായത് ഇവർ പൊതുവെ റിയാക്റ്റീവ് അല്ല. അധികം ഇവരെ അങ്ങനെ ഫ്രീ സ്റ്റേറ്റിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടില്ല. അപ്പോൾ ഇവരുടെ സെപ്പറേഷൻ ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ഇവരെ റെയർ എർത്ത് മെറ്റൽസ് എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഈ പറയുന്ന ലാന്തനോയിഡ്സിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു കാര്യം കൂടിയുണ്ട്. ലാന്തനോയിഡ്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 15 പേരും, അതായത് ലാന്തനോയിഡ്സ് മൊത്തം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 ലാന്തനോയിഡ്സ് മൊത്തം 15 പേരുണ്ട്. അതുപോലെ ആക്ടിനോയിഡ്സ് മൊത്തം 15 പേരുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ ലാന്തനോയിഡ്സിനെ മാത്രം ഞാൻ കൺസിഡർ ചെയ്ത ആ ലാന്തനോയിഡ്സും അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് ഈ പറയുന്ന സ്കാൻഡിയോ അതുപോലെ ഈ ട്രിയോ, നിങ്ങളുടെ 21ാമത്തെയും 39ാമത്തെയും എലിമെന്റ്സ് ആറ്റോമിക് നമ്പർ 21 ആൻഡ് ആറ്റോമിക് നമ്പർ 39 ഇവർ രണ്ടുപേരും നമ്മുടെ സ്കാൻഡിയോ മ്യൂട്ടീരിയോ ഇവരെ ചേർന്ന് ഞാൻ വിളിക്കുന്നതാണ് റെയർ എർത്ത് മെറ്റൽസ് എന്ന്. റെയർ എർത്ത് മെറ്റൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ റെയർ അല്ല. കാരണം പക്ഷേ നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ ഇവരെ കാണാൻ പറ്റും. പക്ഷെ വളരെ തിന്നായിട്ട് പൊടിയായിട്ട് ആണ് എർത്ത് ക്രസ്റ്റിൽ ഇവരെ കാണാൻ പറ്റും. ഭയങ്കര എക്സ്ട്രീം റെയർ ഒന്നുമല്ല, ഇവരെ കാണാനൊക്കെ പറ്റും. ബട്ട് ഇവരുടെ ആ തിന്നായിട്ട് തന്നെ ഇവരെ കാണുന്നുണ്ട്. ഇവരെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതും ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇവർ കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. ഇവരെ കിട്ടാൻ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവരെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇവർ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ടാണ് ഇവരെ റെയർ എർത്ത് മെറ്റൽസ് എന്ന് നമ്മൾ വിളിച്ചത്. അങ്ങനെ എഫ് ബ്ലോക്ക് എലിമെന്റ്സ് എന്താന്ന് പറഞ്ഞു, നമ്മുടെ ആക്ടിനോയിഡ്സും ലാന്തനോയിഡ്സും കൂടി ചേർന്നാണ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ് എന്ന് പറയുന്നത്. താഴത്തെ ഈ സെക്ഷനിൽ കാണുന്നതാണ് നമ്മുടെ എഫ് ബ്ലോക്ക് എലിമെന്റ്സ്. ഇനി അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ ഒരു സബ്ഷെല്ലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു. ഒരു എലിമെന്റ് തന്നാൽ അതിന്റെ അറ്റോമിക് നമ്പർ നോക്കിയിട്ട് നമ്മൾ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു. ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ക്ലാസ് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺ വെച്ച് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് മെയിൻ ഷെൽസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഞാൻ പൊട്ടാസ്യം 90 എന്ന് എഴുതി, എന്നിട്ട് അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതി തന്നു. ആൻഡ് അതിൻ്റെ സൈഡിലുള്ള കോഎഫിഷ്യന്റ് അതാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് നമ്മുടെ മെയിൻ ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ആ മെയിൻ ഷെൽസ് ഏതാണെന്ന് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മെയിൻ ഷെൽസ് മാത്രമല്ല, നമ്മളുടെ ഏത് സബ് ബ്ലോക്കിലാണ് ആ എലിമെന്റ് പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മെഗ്നീഷ്യം 12 എന്ന് മെഗ്നീഷ്യം ഞാൻ തന്നിട്ടുണ്ട്. മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s2, 2p6 ആൻഡ് ഫൈനലി 3s2. ഇതാണ് മെഗ്നീഷ്യത്തിന്റെ കോൺഫിഗറേഷൻ വരുന്നത് അല്ലേ. 2, 2, 4, 6, 10, 11, 12. സോ ഇതാണ് മെഗ്നീഷ്യത്തിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് മെഗ്നീഷ്യത്തിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ പറയുന്നത്. ആൻഡ് ഈ മെഗ്നീഷ്യത്തിന്റെ കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് അതിൻ്റെ ഏത് പീരീഡാണ് അതുപോലെ ഏത് ബ്ലോക്കിലാണ് കാണുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ സെഷനിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് നിങ്ങളുടെ അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലാണോ കയറുന്നത് അവനായിരിക്കും നിങ്ങളുടെ ഏത് ബ്ലോക്കാന്ന് പറയുന്നത്. അതായത് മെഗ്നീഷ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺ ഈ 3s സബ്ഷെല്ലാണ് എൻ്റെ അവസാനത്തെ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 3 ആണ് എൻ്റെ മെയിൻ ഷെൽ. എന്താണ് 3 ആണ് അല്ലെ. എൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നോക്കിയാൽ മതി. മെയിൻ ഷെൽ എന്ന് പറയുന്നത് 3 ആണ്. 3 റെപ്രസെൻറ്റ്സ് മെയിൻ ഷെല്ലിൻ്റെ കാര്യത്തിൽ 1, 2, 3 ആണെങ്കിൽ KLM. മെയിൻ ഷെൽ എൻ്റെ ഇവിടെ M ആണ്. അപ്പോൾ എൻ്റെ ബ്ലോക്ക് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബ്ലോക്കാണ് ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഏതാന്ന് നോക്കുക. ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലാണോ കയറിയിരിക്കുന്നത് അവനായിരിക്കും എൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ആ എലിമെന്റിന്റെ. സോ ഇതിന്റെ കേസിൽ എൻ്റെ ബ്ലോക്ക് മെഗ്നീഷ്യത്തിന്റെ കാര്യത്തിൽ ഏതായിരിക്കും എസ് ബ്ലോക്ക് ആണ് അല്ലെ. ഇവിടെ എസ് ആണ് വന്നേക്കുന്നത്. സോ എസ് ബ്ലോക്ക് ആണ് എൻ്റെ മെഗ്നീഷ്യം എസ് ബ്ലോക്കിലാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. സോ സിമ്പിളായിട്ട് ഞാൻ ഒരു സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതിക്കൊണ്ട് അതിൻ്റെ മെയിൻ ഷെല്ലും കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ അത് ഏത് ബ്ലോക്കിലാണ് പെടുന്നതെന്ന് കണ്ടുപിടിച്ചു. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പീരിയോഡിക് ടേബിളിലേക്ക് നോക്കാം. മെഗ്നീഷ്യം കിടക്കുന്നത് എസ് ബ്ലോക്കിലാണ്. മെഗ്നീഷ്യം കിടക്കുന്നു.
കണ്ടോ, എസ് ബ്ലോക്കിനകത്താണ് മെഗ്നീഷ്യം കിടക്കുന്നത്. ഇനി നമുക്ക് ഇത് ബ്ലോക്ക് മാത്രമല്ല, അതുപോലെ തന്നെ മെഗ്നീഷ്യം ഏത് പീരീഡിലാണ് കിടക്കണേന്ന് മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞു കോളം, പീരിയോഡിക് ടേബിളിന്റെ ഓരോരോ കോളംസ്, അങ്ങനെ 18 കോളം ഉണ്ട്. ഓരോ കോളത്തെ നമ്മൾ ഗ്രൂപ്പ് എന്നും വിളിച്ചു. അതുപോലെ 7 റോസ് ഉണ്ട്, ഓരോ റോയിനെയും നമ്മൾ പീരീഡ് എന്ന് വിളിച്ചു. അപ്പൊ ഏത് പീരീഡിലാണ് നമ്മുടെ ഈ പറയുന്ന മെഗ്നീഷ്യം കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ, ദ പീരീഡ് നമ്പർ ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെൽസ് കണ്ടെയ്നിങ് ഇലക്ട്രോൺസ്. അപ്പോൾ പീരീഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഏത് പീരീഡിലാണ് ആ എലിമെന്റ് കിടക്കുന്നതെന്ന് നമുക്ക് അതിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം മെഗ്നീഷ്യത്തിൻ്റെ കേസ് തന്നെ ഞാൻ എടുക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മളുടെ മൊത്തം, അതായത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഷെൽ ഏതാന്ന്, ഹയസ്റ്റ് നമ്പറുള്ള പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഏതാന്ന് നോക്കുക. ഇവിടെ ഹയസ്റ്റ് ആരാണ്? 3 ആണ് എൻ്റെ ഹയസ്റ്റ് ആയിട്ടുള്ള ക്വാണ്ടം നമ്പർ. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഏതാണോ, എത്രാമത്തെയാണോ, അതായിരിക്കും എൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അതായത് ആ ഷെല്ലാണ് എൻ്റെ പീരീഡ് ആയിട്ട് വരുന്നത്. അപ്പം മെഗ്നീഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 ആണ്, 3rd പീരീഡിലാണ് കിടക്കുന്നത്. അതായത് നിങ്ങൾ നോക്കുക, ഹയസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഏതാണെന്ന് നോക്കുക. ഒരു എലിമെന്റിനെ സംബന്ധിച്ചോളം ആദ്യം അതിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ ചെയ്താൽ അതിൽ ഹയസ്റ്റ് ക്വാണ്ടം നമ്പർ ഉള്ളത് ഏതാണോ അതാണ് അതിൻ്റെ ഷെല്ല്, ഏറ്റവും അവസാനത്തെ ഷെല്ല്, അത് തന്നെയായിരിക്കും അതിൻ്റെ പീരീഡ് എന്നും പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാക്ക് അടിച്ചിട്ട്. അതായത് 3ാമത്തെ പീരീഡിലാണോ മെഗ്നീഷ്യം കിടക്കണേ? അതെ, നോക്കുക, 1 2 3 ഇതാണല്ലോ പീരീഡ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാട്ടോ പീരീഡ് എന്ന് തന്നെയാണ്, റോസ് ആണ്. സോ മെഗ്നീഷ്യം വരുന്നത് 3ാമത്തെ പീരീഡിലാണെന്നും എനിക്ക് മനസ്സിലായി. കണ്ടോ, ഒരു സബ്ഷെൽ കോൺഫിഗറേഷനിലൂടെ നമുക്ക് ഏത് ബ്ലോക്കാണെന്നും മനസ്സിലായി. അതുപോലെ തന്നെ എന്തൊക്കെ മെയിൻ ഷെൽസ് ഉണ്ടെന്ന് അതിനകത്തും പിടികിട്ടും. 3ാമതാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് ഹയസ്റ്റ് ക്വാണ്ടം നമ്പർ എത്രയാണെന്ന് നോക്കിക്കൊണ്ട് അത് എത്രാമത്തെ പീരീഡിലാണ് ആ എലിമെന്റ് പീരിയോഡിക് ടേബിളിൽ നിൽക്കുന്നതെന്ന്, അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് കൂടെ നമുക്ക് മനസ്സിലാകും. അതാണ് പീരീഡ് നമ്പർ വരുന്നത്. ഇനി ഇത് മെഗ്നീഷ്യം ഞാൻ പറഞ്ഞു. ഇനി ബാക്കി എക്സാമ്പിളും കൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് ഇവിടെ സോഡിയം ഉണ്ട്, സോഡിയം 11 ആണ്. അതും കൂടെ ഞാൻ എഴുതി തരാം. 1s2 2s2 2p6 3s1. അപ്പം ഞാൻ കോൺഫിഗറേഷൻ എഴുതി. അപ്പം ഞാൻ എന്താ പറഞ്ഞത്? ഏറ്റവും ഹയസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉള്ളൂ, അതിനോട് ഇക്വാലൻ്റ് ആയിരിക്കും നിങ്ങളുടെ പീരീഡ് നമ്പറിന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, നമ്മുടെ സോഡിയം എടുക്കുക, സോഡിയം 11. സോ ഇതിൻ്റെ ഹയസ്റ്റ് ക്വാണ്ടം നമ്പർ വരുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ പീരീഡ് എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും 3rd പീരീഡിലായിരിക്കും ഇവിടെയും നമ്മുടെ സോഡിയം കിടക്കുന്നത്. പീരിയോഡിക് ടേബിൾ വെച്ച് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആകും. ഇനി നോക്കി, നെക്സ്റ്റ് എന്ന് പറയുന്നത് Se21 ആണ്. നമുക്ക് ഓക്കെ 21 ആണ്. സോ നമുക്ക് അതിൻ്റെ കോൺഫിഗറേഷൻ ഫസ്റ്റ് എഴുതാം. സ്ട്രോൺഷ്യത്തിൻ്റെ 1s1 1s2 2s2 2p6 3s2 3p6 4s2. ഇപ്പോൾ 20 ആയി. 4p1. സോ നമ്മൾ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതി. ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ തെറ്റുണ്ട്, 4p അല്ല 3d ആട്ടോ വരട്ടെ. ഓക്കെ 3d1. ഇതാണ് സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതി. ഇനി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഹയസ്റ്റ്, ഇത് ഏത് ബ്ലോക്കാണ് വരുന്നത്? ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ല് കയറിയിരിക്കുന്നത് ഏത് ബ്ലോക്കിനകത്താണ് ഫസ്റ്റ് നമ്മൾ നോക്കണം. ഫസ്റ്റ് നോക്കേണ്ട ഏത് ബ്ലോക്കിനകത്താണ്? ഡി ബ്ലോക്കിനകത്താണ് കയറണേ. ഓക്കെ. ആൻഡ് രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഹയസ്റ്റ് നമ്മുടെ ഹയസ്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എവിടെയാണ്? അപ്പോൾ ഹയസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4 ആണ്. അപ്പോൾ 4th പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ ഇതിൻ്റെ കേസിൽ വരുന്നത് 4 ആയിരിക്കും. ഓക്കെ. അങ്ങനെ സബ്ഷെൽ കോൺഫിഗറേഷനിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ പീരീഡ് ഒരു എലിമെന്റിന്റെ ഏത് പീരിയോഡിക് ടേബിൾ അനുസരിച്ച് എവിടെയാണ് അത് ഏത് പീരീഡിലാണെന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഇനി അടുത്തതിലേക്ക് കണ്ടു നോക്കാം. നമുക്ക് ഒരു എലിമെന്റിന്റെ പീരീഡ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോൾ പറയുകയാണ്, ഒരു എലിമെന്റ്
ലിഥിയം അല്ലെങ്കിൽ ലിഥിയത്തിന്റെ പീരീഡ് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം എന്ന് പറയുന്നത് എസ് ബ്ലോക്കിൽ പെടും. അതിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അതും മനസ്സിലായി, പീരീഡും മനസ്സിലായി. പക്ഷെ എസ് ബ്ലോക്കിൽ തന്നെ 2 ഗ്രൂപ്പ് ഉണ്ട്. അതായത് 1, 2 ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും കൂടുന്നതാണ് എസ് ബ്ലോക്ക്. പി ബ്ലോക്കിന്റെ കേസ് ആണെങ്കിൽ 13 to 18 ആണ് പി ബ്ലോക്ക്. സോ നമുക്ക് പീരീഡ് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ റോയിൽ എവിടെയാണ് അത് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് ഏത് കോളം ആണെന്നും കൂടെ പറഞ്ഞാലാണ് എക്സാക്ട് പൊസിഷൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ കോളം എന്ന് പറഞ്ഞ ഒരു പീരിയോഡിക് ടേബിളിലെ ഒരു കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പാണ്. അപ്പൊ ഏത് ഗ്രൂപ്പാണെന്നും കൂടെ നമുക്ക് സബ്ഷൽ കോൺഫിഗറേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മളുടെ ഈ എഫ് ബ്ലോക്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൺസിഡർ ചെയ്ത് ഇതിനകത്ത് വലിയ കാര്യത്തിലെ ഡി ബ്ലോക്കിനെ പോലെ തന്നെ ഇവരും കുറച്ച് വേരിയബിൾ ആയിട്ടുള്ള ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് കാണിക്കും. ആൻഡ് ഇതിനകത്ത് എഫ് ബ്ലോക്കിനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ എഫ് ബ്ലോക്കിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരിലെ ഈ ആക്ടിനോയിഡ്സിൽ താഴെ എഴുതിയിരിക്കുന്ന യുറാനിയം പോലത്തെ സംഭവം, യുറാനിയം എന്ന് പറയുന്ന സംഭവം നമ്മുടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ്, റേഡിയം. അതിൽ നിന്നാണ് ക്യാൻസറിന്റെ ആ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. ഭയങ്കര റേഡിയോ ആക്റ്റീവ് ആണ് ഈ പറയുന്ന യുറാനിയത്തിന്റെ വേസ്റ്റിൽ നിന്നാണ് കീമോക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി നമ്മൾ മേരി ക്യൂറിയുടെ കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ക്യൂറി. അപ്പോൾ യുറാനിയമാണ് അവർ ഇൻവെന്റ് ചെയ്ത സംഭവം. അപ്പോൾ ഇതിനകത്ത് ഈ താഴെ കാണുന്ന ഈ പറയുന്ന ലാന്തനോയിഡ്സ് എല്ലാം ഹൈലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവർ കൂടുതലും മാൻമെയ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി മാൻമെയ്ഡ് ആയിട്ടും മെറ്റൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരെ മാൻമെയ്ഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതലും ഇവരുടെ യൂസസ് വരുന്നത് ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഇതിൻ്റെ യൂസുകളുടെ മാൻമെയ്ഡ് യൂസുകൾക്കാണ് കൂടുതലായിട്ട് ഇവരെ യൂസ് ചെയ്യുന്നത്. ഈ മെറ്റൽസ് കൂടുതലും മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്, നാച്ചുറലി നമ്മൾ ഫൗണ്ട് ചെയ്യുന്നതല്ല. കൂടുതലും സെപ്പറേറ്റ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ ലിങ്ക് ചെയ്തൊക്കെ എടുത്തതാണ് ഈ സാധനങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറയുകയാണെങ്കിൽ അവരുടെ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ട അവരുടെ കുറച്ച് യൂസസ് ആണ്. എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബ്ലോക്കിന്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലെങ്കിലും ഇവരും വേരിയബിൾ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് ഒക്കെ, അതായത് ഏകദേശം സിമിലർ ക്യാരക്ടറാണ് ഡി ബ്ലോക്കിനെ പോലെ. എന്നിരുന്നാലും എഫ് ബ്ലോക്കിന് കുറച്ച് അതിൻ്റെതായ ഒരു സെപ്പറേറ്റ് യൂസുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ബ്ലോക്കിന്റെ ചില സെർട്ടൈൻ ഐസോടോപ്സ് ഇല്ലേ, ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് നമ്പർ നമ്മൾ ഒരു എലിമെന്റ് എഴുതിയ ഞാൻ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്ത AZ എന്നുണ്ട്. ഇതിനകത്ത് ഈ എ എന്ന് പറയുന്നത് നമ്മളൊരു എലിമെന്റ് പീരിയോഡിക് ടേബിളിൽ കാണുകയാണെങ്കിൽ ഒരു എലിമെന്റിന്റെ മേളിൽ എഴുതിയിരിക്കുന്ന അതിന്റെ മാസ് നമ്പറും ആയിരിക്കും, താഴെ എഴുതിയിരിക്കുന്ന അതിന്റെ അറ്റോമിക് നമ്പറും ആയിരിക്കും. സോ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഹൈഡ്രജന്റെ ഐസോടോപ്സ് എഴുതാം. കണ്ടോ, H11 H11 അതുപോലെ തന്നെ H21 ഇതൊക്കെ ഹൈഡ്രജന്റെ പിന്നെ H31 ഇതെല്ലാം തന്നെ ഡ്യൂട്ടീരിയം, ട്രൈഷ്യം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് ആദ്യത്തെ പ്രോട്ടോണിയം, ഡ്യൂട്ടീരിയം, ട്രൈഷ്യം ഇതൊക്കെ ഹൈഡ്രജന്റെ ഐസോടോപ്സാണ്. ഇവരുടെ എല്ലാവരുടെയും അറ്റോമിക് നമ്പർ സെയിമാണ്, പക്ഷേ ഇവരുടെയൊക്കെ മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്. ബാറ്ററി വാട്ടറായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത്. സോ അതാണ് ഐസോടോപ്സ്. അങ്ങനെ ഓരോ എലിമെന്റ്സിനും ഐസോടോപ്സ് ഉണ്ട്. അപ്പോൾ യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം എന്ന് പറയുന്ന നമ്മുടെ എഫ് ബ്ലോക്ക് എലിമെന്റ്സിനെ സംബന്ധിച്ചോളം ഇവർ ഇത്രയും പേരും ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്? ഒരുതരം ഫ്യൂവൽ സെൽസ് ഒക്കെയാണ്. അപ്പം ഫ്യൂവൽ സെൽസ് ആയിട്ട് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയത്തിൻ്റെയൊക്കെ ഐസോടോപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു യൂസ് പറയുന്നത് ന്യൂഡീരിയം എന്ന് പറയുന്ന സാധനത്തിൻ്റെ യൂസ് ഫോർ മേക്കിംഗ് സ്ട്രോങ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തയാളാണ് സീഷ്യം ആൻഡ് ലന്തേനിയം. അവർ ഈ പറയുന്ന പെട്രോളിയം ഇൻഡസ്ട്രീസിൽ കാറ്റലിസ്റ്റ് ആയിട്ടും അവരെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് എഫ് ബ്ലോക്കിനകത്ത് വരുന്ന യൂസസ്. എഫ് ബ്ലോക്കിനെ പറ്റി അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിലി കാണാറില്ല. ഇപ്പോൾ പോലും എഫ് ബ്ലോക്ക് നമ്മുടെ കറണ്ട് സ്റ്റഡീസിൽ കൂടുതലും യൂസ് ചെയ്യും. കാരണം നമ്മൾ അത്ര എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എഫ് ബ്ലോക്കിനെ കുറിച്ച്, കുറേ കാര്യങ്ങൾ വരുന്നുള്ളൂ. എന്നാൽ പോലും അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസും അങ്ങനെ വലിയില്ല. പക്ഷേ യൂസസും എഫ് ബ്ലോക്കിനെ കുറിച്ച് കൂടുതലും കണ്ടിട്ടുള്ളത് നമ്മൾ യൂസസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരിക തന്നെ 2 മാർക്ക് 3 മാർക്കിനായിരിക്കും. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാവുന്ന യൂസസ് ആണ്. അതുപോലെ ഞാൻ പറഞ്ഞ എന്താണ് ലന്തേനിയം, അതുപോലെ തന്നെ ലാക്റ്റിനോയിഡ്സ് എന്താണ്, ആക്റ്റിനോയിഡ്സ് എന്താണ്, അതിൻ്റെ പീരീഡും കാര്യങ്ങളുമാണ് നിങ്ങൾ മെയിനായിട്ട് ഈ എഫ് ബ്ലോക്കിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് ഇത്രയൊക്കെ ഉള്ളൂ.
ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ ഓരോ ഫസ്റ്റ് എങ്ങനെയാണ് സബ്ഷെൽ എന്താണെന്ന് ആദ്യം മെയിൻ ഷെല്ല് പറഞ്ഞു തന്നു. അതിൽ നിന്ന് സബ്ഷെൽ എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് ഓർബിറ്റൽസിനകത്ത്, അതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഒരു ട്വിസ്റ്റ് ഒക്കെ കണ്ടല്ലേ അതിനകത്ത്, അതിനകത്ത് ക്രോമിയത്തിൻ്റെയും ക്രോപ്പറിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് ഓരോ ബ്ലോക്സുകൾ പരിചയപ്പെടുത്തി, ആ ബ്ലോക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കണ്ടു. അപ്പോൾ അതിൻ്റെ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് വന്നു, എന്തുകൊണ്ടാണ് വരണേന്ന് പറഞ്ഞു, കളർ കോമ്പൗണ്ട്സ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ചാപ്റ്റർ നോക്കിക്കോ, ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു 4-5 സെഷനുള്ളൂ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ്, അതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയും സിമ്പിളായ ചാപ്റ്ററാണിത്. സോ പേടിക്കൊന്നും വേണ്ട, ഇത്രയേ ഉള്ളൂ. താങ്ക്